അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവെ നിന്റെ ചിറകിന്റെ കീഴിൽ സ്വരുക്കൂട്ടരെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുറുവാണെന്ന് വലതുകരം നിന്റെ ശിരസ് വെക്കണേ പ്രാർത്ഥിക്കുന്നു. അടുപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോയിട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് നിന്റെ തിരുശിലുവായെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുശിലുവായുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായകമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശ് എടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ, നീ തന്നെ കർത്താവെ, നിന്റെ അവരുടെ യോഗ്യതയാക്കല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവെ ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികവും സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ. കർത്താവെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് പണത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ വിവാഹം താമസിച്ച് പോകുന്നവർക്ക് ഒന്നിൻ്റെ പേരിൽ എല്ലാ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കർത്താവ് എനിക്ക് തിരഞ്ഞെടുത്ത് വന്ന വ്യക്തിയാണെന്നുള്ള ഓർമ്മയിൽ ആ അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ദൈവം അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തി ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതർ, വഴിയില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ, അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഈ വഴിയാത്രയ്ക്ക് ഒരുപെടുന്ന നിൻ്റെ ഓരോ ജീവിത മാർഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ
യാത്രയ്ക്ക് ഉടപെടുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ, ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കയറി ചെല്ലണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ, അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിന് നാം ആശീർവദിക്കപ്പെടട്ടെ. ഇന്ന് നിൻ്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന സർവ്വ തടസ്സങ്ങളും, ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് മനസ്സുള്ളതുപോലെ തന്നെ ദൈവത്തിനും ഒരു മനസ്സുണ്ട്, അല്ലേ? നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഒരു കുഷ്ഠരോഗിയൊക്കെ കർത്താവിനെ കണ്ടില്ലേ? കർത്താവിനെ വഴിവെച്ച് കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും ഇരിക്കുന്നത് എന്നെക്കുറിച്ചൊരു അങ്ങയുടെ മനസ്സിലാണ്. അത് ഭയങ്കര വർത്തമാനമാണത്. കാര്യം ഇവൻ ഒരു നോട്ട് ബൈ മെരിറ്റാണെന്നുള്ള വായിച്ച ഭാഗം മർക്കോസ് 1:40. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമേ, തൻ്റെ 0 മെരിറ്റ് അവൻ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുക. ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് എപ്പോഴും നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലല്ലേ? അപ്പോൾ ബട്ട് ബൈ ഗ്രേസ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെരിറ്റ് ഡിക്ലെയർ ചെയ്യണം. 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്യണം. എനിക്ക് മെരിറ്റ് ഇല്ല, എനിക്ക് എങ്ങനെ കൂട്ടിക്കുറച്ചാലും ചിന്തിച്ചാലും കൂട്ടിയാലും കുറച്ചാലും എനിക്ക് യാതൊരു മെരിറ്റുമില്ലെന്ന് ഇവൻ്റെ ഈ കുഷ്ഠരോഗി തൻ്റെ 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്ത്. അപ്പോൾ എന്ത് പറ്റി? അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങി. ഈ മനസ്സ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണമെങ്കിൽ അത് അപ്പോഴാണ് അനുഗ്രഹം നമുക്ക് വരുന്നത്. നമ്മുടെ പുസ്തകം 13:22. അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ദാവീദ് എല്ലാ കാലത്തും പറഞ്ഞിരിക്കുന്ന ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന് പറയും. അതാണ് ഈ മനസ്സിന് ഇണങ്ങുന്നത് പറയുന്നത് അഹങ്കാരം. അതായത് ദൈവത്തിൻ്റെ ടോട്ടൽ ശക്തി എല്ലാ കാലത്തും താൻ പ്രാഗൽഭ്യവും പ്രഭയും ശക്തിയും നിറഞ്ഞ കാലത്ത് പോലും എല്ലാ ദിക്കുകളിലും വെച്ച് കർത്താവിൻ്റെ നാമം ഇവൻ വിളിച്ചപേക്ഷിക്കും, ഏറ്റുപറയും. കർത്താവിൻ്റെ ശക്തി ഗോലിയാത്തിൻ്റെ മുമ്പിലാണെങ്കിലും പറയും, നീ പരിചയം വാളുമായി എൻ്റെ നേരെ വരുന്നു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു. അതാണ് വിഷയം. അത് ഈ കുഷ്ഠരോഗിയും പറഞ്ഞത് അതാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പം നമ്മുടെ 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്യാനാണ് ജീവിതത്തിൽ അതുവരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് മനസ്സിന് ഇണങ്ങുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു പെരുമാറ്റ രീതി, ഒരു പ്രാർത്ഥനാ രീതി, ഒരു നിലപാട് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ, അതായത് നമ്മുടെ മെരിറ്റിൽ ആശ്രയിക്കാതെ 0 മെരിറ്റ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഫുൾ ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുത്ത് മുന്നേറിയ നമ്മൾ ദൈവത്തിന് മനസ്സിണങ്ങിയ ആളായി മാറും. എൻ്റെ പേര് മനോജ് മാത്യു. ഇതെൻ്റെ വൈഫാണ് ലിബി. ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു 12 വർഷമായിട്ട്. എൻ്റെ വീട് ചേർപ്പുങ്കിലാണ്, കല്ലൂർപ്പള്ളി ഇടവാംഗമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തു. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. 2011 എൻ്റെ വൈഫിന് തൈറോയിഡിൽ ഒരു ക്യാൻസർ വരികയും അത് ഞങ്ങൾ 2011 തന്നെ തൈറോയ്ഡക്ടമി ചെയ്ത് റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞായിരുന്നു. തിരിച്ച് ഞങ്ങൾ കുവൈറ്റിൽ ജോലിക്ക് പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2023 ഓഗസ്റ്റിൽ വൈഫ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാലിന് നീരും അതുപോലെ തന്നെ വേദനയും ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ കുവൈറ്റിലെ മിനിസ്ട്രിയിൽ MRI ചെയ്യാൻ തീരുമാനിക്കുകയും MRI എടുത്ത ശേഷം ലിബിയുടെ കഴുത്തിൻ്റെ പിറകിൽ
C1 ഒരു ഒരു ട്യൂമർ കണ്ടെത്തുകയും ആ ട്യൂമർ കൊണ്ടാണോ ആ പെയിനും ആ നീരും വരുന്നതെന്നൊരു സംശയങ്ങളുണ്ടാവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ശരിക്കും അത് പേടിച്ചു. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് ശരിക്കും പേടിച്ചു. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല, അത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഹാർഡ് വർക്കും കൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് അതങ്ങ് മാറ്റി ഒന്ന് ബയോപ്സി വിടാം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നാലും വൈഫിന് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് സർജറി C1 അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു അത് ഇമ്മീഡിയറ്റ്ലി വേണ്ട, പയ്യെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളത് രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഇമ്മീഡിയറ്റ്ലി നാട്ടിലേക്ക് വന്നു. ഞങ്ങളൊരു ന്യൂറോ സർജനെ കണ്ടുപിടിച്ചു. ഡോക്ടർ പിന്നെയും ഇവിടെ വന്ന് MRI എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടാമത് MRI എടുത്തു. അപ്പം അതും ആ ഒരു ഗ്രോത്ത് ഇല്ലാതെ ആ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. ഡോക്ടർ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, ഇതവിടെ ഇരുന്നോട്ടെ, ആർക്കും ഒരു ശല്യമൊന്നുമില്ല, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു 3 മാസത്തെ ടാബ്ലറ്റ്സ് തരാം, അത് നിങ്ങൾ കഴിച്ചാൽ മതി, ഓട്ടോമാറ്റിക് തന്നെ വേദനകൾ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിൽ വെച്ച് ലിബിയുടെ ഒരു ഫ്രണ്ട്, ഒരു നോൺ ക്രിസ്ത്യൻ, പുള്ളിക്കാരത്തിയോട് ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു കൃപാസനം എന്നൊരു സ്ഥലം ആലപ്പുഴയുണ്ട്, അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഒരത്ഭുതം സംഭവിക്കും എന്ന് ആ നോൺ ക്രിസ്ത്യൻ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും അമ്പരന്ന് പോയി. ശരിക്കും കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം കേട്ടപ്പം തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പം എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു അഹങ്കാരം വളരെ വലുതായിരുന്നു. ഞാൻ ഓർത്തു ഞാൻ ഈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസവും എന്നുള്ള ഒരു അഹങ്കാരത്തിലായിരുന്നു ഞാൻ ശരിക്കും നടന്നത്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, എന്നാൽ പിന്നെ നമുക്കതൊരു നാട്ടിൽ പോയി വരുന്നത് കൊണ്ട് കൃപാസനത്തിൽ വന്ന് അച്ഛനെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാം എന്ന് കരുതി ഞാൻ മടിച്ചു. ഞാൻ വേണ്ട, വൈഫിനെ കൊണ്ട് തന്നെ ഉടമ്പടി എടുപ്പിക്കാം, കാരണം അവർക്കാണല്ലോ അസുഖം എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കാമെന്ന് ഞാൻ കരുതി. അതാണ് എൻ്റെ ഒരു അഹങ്കാരം എന്ന് ഞാനൊന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പം ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം ഇവക്കൊരു കാരണവശാലും കൃപാസനത്തിൽ വരാൻ സാധിക്കുന്നില്ല, കാലനീരും അതുപോലെ തന്നെ വേദന, അസ്വസ്ഥതയും. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, അത് ചിലപ്പോൾ എനിക്ക് തന്നെ എടുക്കാനായിരിക്കും എന്ന് കരുതി തന്നെ ഞാൻ ഒറ്റയ്ക്ക് കൃപാസനത്തിൽ വന്നു. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും വരുന്ന പോലെ തന്നെ കൃപാസനത്തിൽ വന്നു, ചുറ്റുപാടൊക്കെ കണ്ടു. ഞാൻ ഓർത്തു ഒരു ഉടമ്പടി എടുത്തേക്കാം, പേരിന് കുറച്ച് സമയമുള്ളൂ. ഞാൻ ഉടമ്പടി എടുത്തു. തിരിച്ച് ഇവിടുത്തെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഞങ്ങൾ വൈഫിനോട് പറഞ്ഞു ഉടമ്പടി എടുത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ കോവിഡിൽ ചെന്നു. 2024 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും സെയിം പ്രോബ്ലം വൈഫിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് ഓൾറെഡി തന്നെ 5:30 പ്രെയർ തുടങ്ങി, വൈകുന്നേരത്തെ പ്രെയറും പ്രതീക്ഷണ പ്രാർത്ഥനകളെല്ലാം തുടങ്ങി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു ക്ലാരിറ്റി ശരിക്കും ഇല്ല എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ വൈഫിൻ്റെ മുമ്പിൽ അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ വൈഫിനോട് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അവൾക്കൊരു ആത്മധേയം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വൈഫിനും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇതല്ലേ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു വൈഫിനും കണ്ട് തിരിച്ച് വരാൻ വേണ്ടി. പക്ഷേ വൈഫിന് പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഫെബ്രുവരി ആയപ്പം പിന്നെ സെയിം വേദന വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഡോക്ടറെ കുവൈറ്റിൽ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ MRI എടുത്ത് നോക്കാം, അതിൻ്റെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നറിയാൻ. ഞങ്ങൾ MRI എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത് 1 വർഷം കൊണ്ട് വളരേണ്ട ഗ്രോത്ത് 3 മാസം കൊണ്ട് വളർന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി, അത്രയും പെട്ടെന്നൊരു ഗ്രോത്ത് അവിടെ വരാൻ കാരണമാണെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് തന്നെ സർജറി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു സംശയം, അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ വിശ്വാസങ്ങൾ പിന്നെ കൂടാൻ തുടങ്ങി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയെ തന്നെ കൃപാസനം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഹെഡ്സെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഒരു ഹെഡ്സെറ്റ് കൊണ്ട് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി തന്നെ എൻ്റെ ശരീരത്തിനും മനസ്സിലും ഓരോ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ പയ്യെ കുമ്പസാരത്തിനും പള്ളിയിൽ പോകാനും പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസത്തോട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് വന്നില്ലെങ്കിലും ഞാൻ ഓട്ടോമാറ്റിക് തന്നെ പ്രാർത്ഥനകളിലെല്ലാം കൂടാൻ തുടങ്ങി. അച്ഛൻ്റെ പ്രാർത്ഥന ശരിക്കും ഒരു ദിവസം ഒരു 3 സാക്ഷിയിലും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു.
ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെയും സംശയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ഹോസ്പിറ്റലിലൊന്നും കാണിക്കണ്ട, ഞങ്ങൾ ജൂണിൽ ഓൾറെഡി ലീവ് കൺഫേം ചെയ്ത് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പ്രാവശ്യം, മാതാവേ, ഞാൻ ഉടമ്പടി പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മാതാവിനോട് അവിടെ നിന്ന് തന്നെ ഒരു ഉടമ്പടി പ്രാർത്ഥനയോടൊപ്പം തന്നെ ഡേറ്റ് ഇട്ട് 6/6/2024 നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ അസുഖം അവിടെ നിന്ന് ഒന്നെങ്കിൽ ആ അസുഖം തീർച്ചയായിട്ടും ആ മുഴ മാറണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ആസ് യൂഷ്വൽ പഴയതുപോലെ തന്നെ ചെറുതായി മാറണം. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും. പിന്നെ വീട്ടിൽ മോനുണ്ട്, വൈഫുണ്ട്, എല്ലാവരും പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. തൈല്യങ്ങൾ ഞങ്ങൾ കഴുത്തിൻ്റെ പിറകിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. പിന്നെ ഉപ്പ് മനഃപൂർവ്വം തന്നെ ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുമായിരുന്നു. രാവിലെ ഒരു തുള്ളി ഉപ്പ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ശരീരത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി തന്നെ. പിന്നെ കാശുരൂപം എനിക്ക് കിട്ടിയ കാശുരൂപം ഞാൻ വൈഫിന് കൊടുത്തു. വൈഫിൻ്റെ കൊന്തയിൽ അത് ലോക്ക് ചെയ്ത് വെച്ച ശേഷം അത് കണ്ടിന്യൂസ് വൈഫ് ഇടാൻ തുടങ്ങി. അങ്ങനെയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ശരിക്കും വിശ്വാസവും പ്രാർത്ഥനയും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും ഒരു ആശ്വാസമായി. അപ്പം പല ആൾക്കാരും വൈഫ് നേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയാം വൈഫിനെ. അപ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഞങ്ങൾ നാട്ടിൽ വന്നു. ഞാൻ മാതാവിനെ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വന്നേ. നാട്ടിൽ വന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഡൽഹിയിൽ എയിംസിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു, ന്യൂറോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു സെയിം MRI എടുക്കാം, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ MRI എടുത്തപ്പോൾ ആ ഒരു മുഴ അത് പഴയതുപോലെ ചെറുതായി മാറി. അത് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒരുപാട് നന്ദിയുണ്ട് അതിന്. കാരണം ഞാനും ഓർത്തു, ദൈവമേ, അതൊരു ശരിക്കും ഒരു നല്ലൊരു അത്ഭുതമായി മാറി ഞങ്ങൾക്ക്. പെട്ടെന്ന് സർജറി ചെയ്യാനും വൈഫിനുള്ള സർജറിക്കുള്ള പേടിയും കേട്ടപ്പോൾ ഞങ്ങൾ ആ ഒരു മുഴയെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ ഇരുന്നോടും ഡോക്ടർ പറഞ്ഞു. അതാണ് എൻ്റെ ആദ്യ ശേഷം. ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു. പഴയ എന്തെങ്കിലും ക്യാൻസറിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ എന്ന് അവിടെ തന്നെ ചെക്ക് ചെയ്തു. അതിൽ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവളോട് ഒരു കുഴപ്പമില്ല. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ പെങ്ങളുടെ 2 പിള്ളേരുടെ എക്സാമിന് കാനഡയിലൊരു വിസ പ്രോസസ്സിന് വേണ്ടി അവർ കൊടുത്തിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ആ കൂടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ജർമ്മൻ എക്സാം, രണ്ടാമത്തെ മോക്ക് ജർമ്മൻ എക്സാം പാസ്സാകാൻ വേണ്ടി 4 തവണ എക്സാം എഴുതിയതും പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ വൈഫിൻ്റെ രോഗത്തിനൊപ്പം തന്നെ നിങ്ങളുടെയും പ്രാർത്ഥനകൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അവർ 2 പേരും കാനഡയിലെ പ്രോസസ്സിങ്ങിൽ പോയി. ഒരാൾ ഓൾറെഡി കാനഡയിൽ ചെന്നു, മറ്റേ ആൾ ജർമ്മൻ പാസ്സായി. അത് എൻ്റെ നിയോഗത്തിൽ 2ാമത് വെച്ച കാര്യമായിരുന്നു. അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു. 3ാമത് എന്നെ തന്നെ ഞാനൊന്ന് വിശദീകരിക്കുക. ഞാൻ ശരിക്കും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഭയങ്കര ഭക്തനൊക്കെയാണ്, എല്ലാവരുടെ മുന്നിൽ കാണിക്കാൻ ഞാൻ എടുക്കാനായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാറില്ല. അപ്പം എൻ്റെ മോൻ എന്നോട് ചോദിക്കും, എന്നാൽ അച്ഛൻ കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ പള്ളി വന്ന് ചുമ്മാ ഇരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ചെയ്യുന്ന പാപങ്ങൾ പിന്നെയും ചെയ്യുവാണല്ലോ, പിന്നെ എങ്ങനെ ഞാൻ കുമ്പസാരിച്ച് കുർബാന കഴിക്കുള്ളൂ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ഒരു നിയോഗത്തിൽ വെച്ചിരുന്നത്, എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി മാതാവിന് അനുഗ്രഹം തരാൻ വേണ്ടി തരണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിന് മാതാവ് ആ ഉടമ്പടിക്ക് ശേഷം ഞാൻ ശരിക്കും കുമ്പസാരിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ശരിക്കും ദൈവത്തിൽ ഒത്തിരി വിശ്വാസം വരാൻ തുടങ്ങി. അതുകൊണ്ട് എന്നെ പറ്റിയിരിക്കുന്ന പല ആൾക്കാർക്കും എൻ്റെ വിശ്വാസങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ശരിക്കും നിങ്ങൾക്കറിയാം, കുവൈറ്റിലേക്ക് നമുക്ക് ഈ പബ്ലിക്കായിട്ട് പത്രങ്ങൾ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്പെഷ്യലി ഞാനാണെങ്കിൽ പള്ളിയിൽ ചെന്ന് കഴിയുമ്പം ഈ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടം. എനിക്കാണെങ്കിൽ ഭയങ്കര ഷെയിം പോലെ ആദ്യമായിരുന്നു. ഞാൻ പയ്യായിരുന്നു ഓരോ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊരു ബാധ്യതയാണല്ലോ എന്നൊരാദ്യമൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്നാലും പിന്നീട് ഞാൻ പയ്യെ ഓരോ പത്രങ്ങൾ കൊടുത്ത് ഓരോ പ്രാവശ്യവും ഒരു 3 സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ആത്മധൈര്യം കിട്ടാൻ തുടങ്ങി. അപ്പം ഓട്ടോമാറ്റിക് തന്നെ ഞാൻ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. എന്നിട്ട് എനിക്ക് മനസ്സിന് ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും അതിൻ്റെ പിറകിൽ പ്രതീക്ഷണ പ്രാർത്ഥനയും വെച്ചൊരു 500 കോപ്പികൾ ഞാൻ പ്രിൻ്റ് എടുത്ത ശേഷം ഈ നാട്ടിൽ വന്ന 15 കഴിഞ്ഞ ആഴ്ചകളിൽ ഓരോ സ്ഥലങ്ങളിലും പോയി ഞാൻ തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. വൈഫ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു.
അങ്ങനെ പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ക്യാഷ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല നേഴ്സസിനെയും പിള്ളേർക്ക് പനിയോ അസ്വസ്ഥതയോ ചുമയോ വരുമ്പോൾ ഞങ്ങളെ അന്നേരം വിളിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെ അവർ ഞങ്ങളെ ആദ്യം വിളിക്കും. കൃപാസനത്തിൽ ഇച്ചിരി എണ്ണ കൊണ്ട് തരാമോ, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൊണ്ട് തരാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ. തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. അവരെ നെറ്റിയിൽ കുരിശ് വരച്ച് ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തിരിച്ചു പോകും. പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വിളിച്ച് പറയും കൊച്ചിൻ്റെ പനി മാറി, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാലിൽ നീരുകൾ കുറഞ്ഞു, ഒത്തിരി സന്തോഷം. അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ 2-3 പേര് ഈ മാസം തന്നെ ഇവിടെ അവധിക്ക് വരുന്നുണ്ട്. അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എപ്പോഴും ഞാൻ പറയും. അവരെടുക്കാൻ തയ്യാറായി വരുന്നുണ്ട്. അതിന് ഒത്തിരി അമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1:15 തിരുവചനത്തിൽ അങ്ങനെ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ തിരുവചനം അരുളി ചെയ്യുമ്പോൾ മനോജ് മാത്യു എന്ന ഈ മകൻ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് 2004 ഡിസംബർ 7 പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ പരിശുദ്ധമായ ഈ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ആ മകൻ ഒരു തുറന്ന കുമ്പസാരമാണ് നടത്തിയത്. തൻ്റെ സാക്ഷ്യം അങ്ങനെയാണ് ഈ മകൻ ഇവിടെ അവതരിപ്പിച്ചത്. അതായത് ഇന്ന് താൻ എന്താണോ അത് ആയിരുന്നില്ല താൻ ഇതിനു മുൻപ്. തനിക്കൊത്തിരിയേറെ ഒരു മൂടുപടം തനിക്കുണ്ടായിരുന്നു. ആ മൂടുപടം മറനീക്കി തന്നെ താനാക്കിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുത്ത ഉടമ്പടിയാണെന്നാണ് ഈ മകൻ പറഞ്ഞത്. ഇതൊന്നും ഒരിക്കലും നമ്മെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരെയാണ് ലൂർദിലോ ഫ്രാൻസിലോ ഒക്കെ പോയി നമുക്കിപ്പോൾ നമ്മുടെ സാക്ഷിയൊന്നും പറയാൻ പറ്റില്ല. നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിൽ നമുക്ക് ഈ ഒരു വലിയ കൃപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ഹൃദയം അറിയുന്ന കർത്താവ് നമുക്ക് പ്രതിഫലം തരും. ആ പ്രതിഫലമാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്ന ഒരു സാക്ഷ്യമായിരിക്കണം നമ്മുടേതെന്ന് പറയുക. അങ്ങനെ തൻ്റെ വൈഫിന് സ്പൈനൽ കോഡിൽ C1 ഒരു ട്യൂമർ ഉണ്ടാകുന്നു. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരു അക്രൈസ്തവ സഹോദരനാണ് പറയുക, ഇങ്ങനെ ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട്, പോകണമെന്നൊക്കെ. ഇതൊക്കെ തീർച്ചയായും ഇവിടെ അക്രൈസ്തവ സഹോദരരുടെ സാക്ഷ്യങ്ങൾ അവർ പറയുമ്പോൾ അവരത്രയേറെ ഈശോയെ ഇറുകെ പിടിച്ചുകൊണ്ടാണ് അവർ പറയുക. തങ്ങൾക്ക് ഈ അപ്പായും അമ്മായും അല്ലാതെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആരുമില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക അവരുടെ സാക്ഷ്യങ്ങൾ ഇടിവെട്ട് സാക്ഷ്യങ്ങളാണ്, വെടികെട്ട് സാക്ഷ്യങ്ങളാണെന്നൊക്കെ. അങ്ങനെയുള്ള ഒരു മകനാണ് പറയുക നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന്. തങ്ങളോട് തന്നെ ലജ്ജ തോന്നി. ഇത് എന്തൊരു അവസ്ഥയാണിതെന്ന് ഓർത്തു. വിശ്വാസ ജീവിതത്തിൽ തങ്ങൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ട ഒരു അവസ്ഥയായല്ലോ. എന്നാൽ ഇന്ന് ഈ മക്കൾ ഇവിടെ നിന്ന് തങ്ങളുടെ ഈ ഒരു സാക്ഷ്യത്തെ പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും മാതൃകയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മോഡലാകുന്ന രീതിയിലുള്ള സാക്ഷ്യങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസമാണ്. ഈ മക്കൾക്ക് കിട്ടിയ, തൻ്റെ വൈഫിന് കിട്ടിയ രോഗസൗഖ്യം, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ന് ഈ കുടുംബം എങ്ങനെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. മുന്തിരി ചെടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത ശാഖകളൊക്കെ വെട്ടി പുറന്തള്ളപ്പെടുമെന്നാണ് ഈശോ പറയുക. എന്നാൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ കുടുംബത്തെ ഈശോ എങ്ങനെ തൊട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈശോ തൊടുന്നവരാകുവാൻ നമുക്കും ഇടവരട്ടെ. നമുക്ക് കുറേ ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ, അങ്ങനെ നമ്മെ തന്നെ 0 സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെയാണ് കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുക.
ഈ കുടുംബത്തെ സമർപ്പിച്ച്, അതുപോലെ മറ്റു കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. തനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു, അവരുടെയൊക്കെ നിയോഗങ്ങൾ എങ്ങനെ സാധ്യമായി, അതെല്ലാം വേണ്ടപ്പെട്ടത് തന്നെയാണ്. എല്ലാറ്റിലും ഉപരിയാണ് സ്വർഗോന്മുഖമായ നമ്മുടെ ജീവിതം. അത് നമുക്ക് കൂടെ കൂടെ ഓർക്കാം, ബോധവാന്മാരാകാം, ബോധ്യമുള്ളവരാകാം. തമ്പുരാൻ്റെ അടുത്ത് ഹൃദയത്തോടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.